നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? സെയിം ഫൈറ്റ്, സെയിം പാറ്റേൺ, ബട്ട് എ ഡിഫറെൻറ്റ് പേഴ്സൺ. ഒരാൾ പോയി, വേറൊരാൾ വന്നു. പക്ഷേ സ്റ്റോറി സെയിം ആണ്. ദി സെയിം ആർഗ്യുമെൻറ്റ്സ്, ദി സെയിം സൈലൻസ്, ദി സെയിം ഫിയർ. പലരും വിചാരിക്കും ഇതെൻ്റെ ബാഡ് ലക്കാണ്. But here is the truth. It is usually not luck, it is a pattern. And that pattern, it started long before you ever fell in love. ഈ വീഡിയോ കാണുന്ന 7 മിനിറ്റ് കൊണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും പാറ്റേൺ ഫോളോ ചെയ്യുന്നുണ്ടോ എന്ന് കാണാൻ പറ്റും. ആൻഡ് ഐ പ്രോമിസ് ആൻഡ് ലെറ്റ് us സ്റ്റാർട്ട്. പക്ഷേ അതിൻ്റെ മുമ്പേ ഒരു ചെറിയ ഇൻട്രോ. Hi, I am Rohini. Welcome to Sacred Mirai. And through this space, I talk about healing, emotional patterns, relationships, self-worth, and the struggles many people silently carry inside them. If you are new, you're welcome. എൻ്റെ പഴയ ഫ്രണ്ട് ആണെങ്കിൽ താങ്ക് യു ഫോർ കമ്മിങ് ബാക്ക്. ഇന്നത്തെ ടോപ്പിക്ക് കുറച്ച് ഡീപ്പാണ് കേട്ടോ. സോ ഒരു ചായയൊക്കെ കുടിച്ച് കംഫർട്ടബിളായിട്ട് ഇരുന്നിട്ട് കേൾക്കുക. വാട്ട് ഈസ് ദി ഇന്നർ ചൈൽഡ്? ഇന്നർ ചൈൽഡ്, ഈ വേർഡ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല ഇൻസ്റ്റാഗ്രാമിൽ, തെറാപ്പി റീൽസിലൊക്കെ. പക്ഷേ ഇത് വെറും ഒരു ഈസ്തെറ്റിക് ട്രെൻഡ് അല്ല കേട്ടോ. ഇതിനൊരു റിയൽ സൈക്കോളജിക്കൽ ഹിസ്റ്ററി ഉണ്ട്. ദി ഐഡിയ ആക്ച്വലി സ്റ്റാർട്ട്സ് വിത്ത് കാൾ ജങ്, ദ സ്വിസ് സൈക്കോളജിസ്റ്റ് ഇൻ ദി 1940s. അദ്ദേഹം പറയുന്നത് നമ്മുടെ എല്ലാവരുടെ ഉള്ളിൽ ഒരു ചൈൽഡ് ആർക്കിടൈപ്പ് ഉണ്ട് എന്നാണ്. പാർട്ട് ഓഫ് us that holds our innocence and our wonder. സിമ്പിളായിട്ട് പറഞ്ഞാൽ യുവർ ഇന്നർ ചൈൽഡ് ഈസ് ദി കളക്ഷൻ ഓഫ് മെമ്മറീസ്, ഇമോഷൻസ് ആൻഡ് ബിലീവ്സ് യു ഫോംഡ് ബിഫോർ യു ഈവൻ അണ്ടർസ്റ്റുഡ് ദി വേൾഡ്. ആ കുട്ടി ഇപ്പോഴും നിങ്ങളുടെ ഉള്ളിലുണ്ട്. ആൻഡ് ദാറ്റ് ചൈൽഡ് ഇസ് ക്വൈറ്റ്ലി മേക്കിംഗ് ഡിസിഷൻസ് ഇൻ യുവർ അഡൾട്ട് റിലേഷൻഷിപ്സ്, ഡിസിഷൻസ് യു ഡു നോട്ട് ഈവൻ നോട്ടീസ്. 1970s ഡോക്ടർ എഡ്വേർഡ് ട്രോണിക് എന്ന സൈക്കോളജിസ്റ്റ് ഒരു സ്റ്റഡി ചെയ്തിട്ടുണ്ട്, ദ സ്റ്റിൽ ഫേസ് എക്സ്പെരിമെൻറ്റ്. സെറ്റപ്പ് സിമ്പിളാണ് കേട്ടോ. ഒരമ്മ, ഒരു ബേബി. അമ്മ നോർമലായിട്ട് കുട്ടിയോട് ഇൻട്രാക്ട് ചെയ്യുന്നുണ്ട്, ചിരിക്കുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്, കളിക്കുന്നുണ്ട്. ബേബി ഭയങ്കര സൂപ്പർ ഹാപ്പി. പക്ഷേ റിസർച്ചേഴ്സ് അമ്മേനോട് പറഞ്ഞു, ജസ്റ്റ് സ്റ്റോപ്പ്, മേക്ക് യുവർ ഫേസ് ബ്ലാങ്ക്, ഒരു എക്സ്പ്രഷനും ഇടരുത്, ഒരു സ്റ്റിൽ ഫേസ്, അത് മാത്രം. ദേ വാണ്ടഡ് ടു ഒബ്സർവ് വാട്ട് ദ ബേബി ഡസ്. ആദ്യം കുട്ടി ട്രൈ ചെയ്യും, സ്മൈൽ ചെയ്യും, പോയിൻ്റ് ചെയ്യും, സൗണ്ട് ഉണ്ടാക്കും, അമ്മ എവിടെ നോക്ക് എന്നൊക്കെ കണക്ഷൻ തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ അമ്മ ബ്ലാങ്ക് ഫേസ് ആണല്ലോ. വിത്തിൻ സെക്കൻഡ്സ് ആ കുട്ടിയുടെ ഫേസ് മാറി. ക്യൂരിയോസിറ്റി ഒക്കെ പോയി ഒരു തരം ഡിസ്ട്രെസ് വന്നു. കുട്ടി കരയാൻ തുടങ്ങി. അമ്മേൻ്റെ അടുത്തുനിന്ന് മുഖം തിരിച്ച് ഫൈനലി ഗിവ് അപ്പ് ചെയ്യും, വിഡ്രോൺ, ഹോപ്പ്ലെസ്. ഇത് ജസ്റ്റ് 3 മിനിറ്റിൻ്റെ കാര്യമാണ് കേട്ടോ. 3 മിനിറ്റ് കൊണ്ട് ഒരു കുട്ടി എൻ്റെ നീഡിന് ഒരു റെസ്പോൺസ് ഇല്ല എന്ന് പഠിച്ചു. ഇപ്പോൾ ഇമാജിൻ ചെയ്യൂ, നോട്ട് 3 minutes ബട്ട് 3 years, എ ഹോൾ ചൈൽഡ്ഹുഡ്. അതാണ് ഇന്നർ ചൈൽഡ് ഷേപ്പ് ആകുന്ന രീതി. ഒരു വലിയ ഡ്രമാറ്റിക് ഇവൻ്റ് കൊണ്ടൊന്നും മാത്രമല്ല, ബട്ട് തൗസൻഡ്സ് ഓഫ് സ്മോൾ മൊമെൻറ്റ്സ് ഓഫ് ഡിഡ് സമ്മൺ റെസ്പോണ്ട് ടു മീ ഓർ നോട്ട്. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതൊരു ബേബി അല്ലേ, ഞാനിപ്പോൾ അഡൾട്ട് അല്ലേ, എൻ്റെ കുട്ടിക്കാലം പോയില്ലേ? വെരി ഗുഡ് ക്വസ്റ്റ്യൻ. പക്ഷേ ഡേറ്റ പറയുന്നത് വേറൊരു കാര്യമാണ്. അതിന് ഞാൻ വേറൊരു സ്റ്റഡി പറഞ്ഞുതരാം. ദേഴ്സ് എ ഫേമസ് സ്റ്റഡി, ദി ACE സ്റ്റഡി, അഡ്വേഴ്സ് ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസസ് ഓവർ 17,000 അഡൾട്ട്സിനെ വെച്ചിട്ട്. ഇത് ചൈൽഡ്ഹുഡിലെ ഡിഫിക്കൾട്ട് എക്സ്പീരിയൻസസ് ഇല്ലേ, അബ്യൂസ്, നെഗ്ലെക്റ്റ്, ഫാമിലി പ്രോബ്ലംസ്, ഇതെല്ലാം അഡൾട്ട് ലൈഫിൽ എത്ര ഡീപ്പായി റിഫ്ലക്റ്റ് ചെയ്യുന്നു എന്ന് നോക്കി. എന്താണ് ഫൈൻഡിങ്സ് എന്നറിയോ? ഓൾമോസ്റ്റ് 58% of people had at least one of these adverse experiences. അതായത് പാതിയിലധികം പേർ. ആൻഡ് അബൌട്ട് 1 in 5, 21% had 3 or more. ഇത് ചെറിയ നമ്പറൊന്നുമല്ല. ഇത് നിങ്ങളുടെ ഫ്രണ്ട്സ് ആവാം, നെയ്ബേഴ്സ് ആവാം, അതുമല്ലെങ്കിൽ നിങ്ങൾ തന്നെ ആവാം. ഇനി ഇത് റിലേഷൻഷിപ്പിലേക്ക് കണക്ട് എങ്ങനെ ചെയ്യുന്നു? യു വുഡ് ഹാവ് ഹേർഡ് അബൌട്ട് അറ്റാച്ച്മെൻറ്റ് സ്റ്റൈൽസ് അല്ലേ? ഐഡിയ ഇതാണ്, നിങ്ങൾ കുട്ടിയായിരുന്നപ്പോൾ നിങ്ങളുടെ കെയർ ഗിവേഴ്സ് കൺസിസ്റ്റൻ്റായി വോമായി റെസ്പോൺസ് തരുന്നുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾക്കൊരു സെക്യൂർ ബേസ് കിട്ടും. അത് ഇൻകൺസിസ്റ്റൻ്റ് ആയാൽ അല്ലെങ്കിൽ കോൾഡ് ആയാൽ നിങ്ങളൊരു ഇൻസെക്യൂർ പാറ്റേൺ പഠിക്കും. റിസർച്ച് പറയുന്നത് അബൌട്ട് ഹാഫ് ദി പോപ്പുലേഷൻ, അബൌട്ട് 50% സെക്യൂർ അറ്റാച്ച്മെൻറ്റിലാണ്. പക്ഷേ ബാക്കി പാതി 40 മുതൽ 50% വരെ സം ഫോം ഓഫ് ഇൻസെക്യൂർ അറ്റാച്ച്മെൻറ്റിലാണ്. റഫ്ലി 20% ആങ്ഷ്യസ് ആൻഡ് 25% അവോയ്ഡൻറ്റ്. ഈ വൂൺസ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കാം. ഞാൻ 3 കോമൺ പാറ്റേൺസ് പറയാം. പാറ്റേൺ 1, ദി ആങ്ഷ്യസ് വൺ. ഈ ആൾക്ക് സ്നേഹം കിട്ടിയാലും ഒരുപാട് പേടിയാണ്. ഇത് നഷ്ടപ്പെടുമോ എന്നുള്ള പേടി. പാർട്ട്ണർ ഒന്ന് റിപ്ലൈ ചെയ്യാൻ കുറച്ചൊന്ന് ലേറ്റായാൽ മൈൻഡ് പ്രശ്നമാവും. എന്ത് പറ്റി, അവർക്ക് എന്നെ വേണ്ടാതായോ? ചൈൽഡ്ഹുഡിൽ ഈ ആൾക്ക് മേ ബി സ്നേഹം കൺസിസ്റ്റൻ്റായി കിട്ടിയിട്ടുണ്ടാവില്ല. സോ ഇൻകൺസിസ്റ്റൻസി ആണ് അവരുടെ നോർമൽ. ദേ ചേസ്, ദേ ഓവർ ഗിവ്, ദേ നീഡ് കോൺസ്റ്റൻറ്റ് റീഅഷുറൻസ്. നെക്സ്റ്റ് പാറ്റേൺ എന്ന് പറയുന്നത് ദി അവോയ്ഡൻറ്റ് വൺ. ഈ ആൾ ടോട്ടലി ഓപ്പോസിറ്റ് ആണ്. അതായത് ക്ലോസ്നെസ് വരുമ്പോൾ ദേ പുൾ ബാക്ക്.
എനിക്ക് സ്പേസ് വേണം. വൾണറബിലിറ്റി അവർക്കൊരു ത്രെറ്റാണ്. ചൈൽഡ്ഹുഡിൽ മേ ബി അവർ പഠിച്ചത് എൻ്റെ നീഡ്സ് ആരും നോക്കുന്നില്ല, സോ ഞാൻ തന്നെ എല്ലാം നോക്കണം എന്നായിരിക്കണം. സോ ഇൻഡിപെൻഡൻസി അവരൊരു ആർമർ പോലെ ഇട്ടിരിക്കുകയാണ്. ആരെങ്കിലും ഡിപ്പെൻഡ് ചെയ്യാൻ അവർക്ക് ഭയങ്കര പേടിയാണ്. പാറ്റേൺ 3 എന്ന് പറയുന്നത് ദ റീ എനാക്ട്മെൻറ്റ്. ഇത് ഏറ്റവും ഫാസിനേറ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പലരും അറിയാതെ അവരുടെ ചൈൽഡ്ഹുഡ് വൂൺസുമായി മാച്ച് ചെയ്യുന്ന പാർട്ട്നേഴ്സിനെ തന്നെയാണ് ചൂസ് ചെയ്യുന്നത്. ഒരു ഇമോഷണലി അൺഅവൈലബിൾ ആയിട്ടുള്ള പാരൻ്റ് ഉണ്ടായിരുന്ന ഒരാൾ ഇമോഷണലി അൺഅവൈലബിൾ ആയിട്ടുള്ള പാർട്ട്നേഴ്സിനെ തന്നെ അട്രാക്റ്റ് ചെയ്യും. കാരണം ആ ഫെമിലിയർ പെയിനിൽ ഒരു സ്ട്രേഞ്ച് കംഫർട്ട് ഉണ്ട്. മനസ്സ് വിചാരിക്കും ഇത്തവണ ഞാൻ ഇത് ഫിക്സ് ചെയ്യും, ഇത്തവണ ഞാൻ ഇനഫ് ആകും. പക്ഷേ അത് ഫിക്സും ആവില്ല, ബിക്കോസ് ദി പ്രോബ്ലം വാസ് നെവർ യൂസ് ടു ഫിക്സ് ആസ് എ ചൈൽഡ്. ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാര്യം ഇതാണ്, ഇതൊന്നും നിങ്ങളുടെ മിസ്റ്റേക്ക് അല്ല. ആ കുട്ടി ഒരു ബെസ്റ്റ് സർവൈവൽ സ്ട്രാറ്റജി അപ്പം ചൂസ് ചെയ്തു, പക്ഷേ ഇപ്പം നിങ്ങൾ അഡൾട്ടായി, ആ സ്ട്രാറ്റജി നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നുമില്ല. ഇത് തിരിച്ചറിയുന്നതാണ് ആക്ച്വലി ഫസ്റ്റ് സ്റ്റെപ്പ്. ഇപ്പം ഞാൻ നിങ്ങളോട് ഓണസ്റ്റ് ആയിട്ടൊരു കാര്യം പറയാം. ഇന്നർ ചൈൽഡ് എന്ന് പറയുന്നത് ഒരു പവർഫുൾ ഐഡിയ ഒക്കെ തന്നെയാണ്. പക്ഷേ സം സൈക്കോളജിസ്റ്റ് ഇതിനെ ക്രിട്ടിസൈസും ചെയ്യുന്നുണ്ട്. ഇത് മെറ്റഫോറിക്കലാണ്, മെഷർ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. സോ ഇതൊരു സ്ട്രിക്റ്റ് സയൻറ്റിഫിക് തിയറി അല്ല എന്നാണ് അവർ പറയുന്നത്. പക്ഷേ അറ്റാച്ച്മെൻറ്റ് തിയറി, ദി ഏജ് സ്റ്റഡി, ദി സ്റ്റിൽ ഫേസ് എക്സ്പെരിമെൻറ്റ്, ഇവയെല്ലാം റിയൽ ആണ്, പിയർ റിവ്യൂഡ് സയൻസ് ആണ്. യൂസ് ദി മെറ്റഫർ ഇഫ് ഇറ്റ് ഹെൽപ്സ് യു, ബട്ട് ദി എവിഡൻസ് ബിഹൈൻഡ് ഇറ്റ് ഇസ് സോളിഡ്. So do not let anyone just tell you that childhood does not matter. The data is very clear that it does matter. എന്നാലും ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാര്യം ഇതാണ്, ചൈൽഡ്ഹുഡ് നിങ്ങൾ ചൂസ് ചെയ്യുന്നതല്ല. പക്ഷേ ഇപ്പോൾ നിങ്ങൾ അഡൾട്ടായി, നിങ്ങൾക്കൊരു ചോയ്സ് ഉണ്ട്. ഈവൻ ഫോർ പീപ്പിൾ വിത്ത് ഡിഫിക്കൽട്ട് ചൈൽഡ്ഹുഡ്, എ പോസിറ്റീവ് എക്സ്പീരിയൻസ് ലേറ്റർ ഇൻ ലൈഫ് ജെനുവിൻലി ഇംപ്രൂവ് ദിയർ മെൻ്റൽ ആൻഡ് റിലേഷൻഷിപ്പ് ഹെൽത്ത്. ബ്രെയിനിനെ നമുക്ക് റീവയർ ചെയ്യാൻ പറ്റും, റീലേൺ ചെയ്യാൻ പറ്റും, പാറ്റേണിനെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. അതിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് കോംപ്ലക്സ് ഒന്നുമല്ല, അവെയർനെസ് ആണ്. അടുത്ത തവണ നിങ്ങൾ ഒരു റിലേഷൻഷിപ്പിൽ ട്രിഗർ ആവുകയാണെങ്കിൽ ഒരു സെക്കൻഡ് നിർത്തി ചോദിക്കുക, ഇപ്പോൾ റിയാക്ട് ചെയ്യുന്നത് എൻ്റെ ഉള്ളിലെ അഡൽട്ട് ആണോ അല്ലെങ്കിൽ എൻ്റെ ഉള്ളിലെ ഇന്നർ ചൈൽഡ് ആണോ എന്ന്. ആ ഒരു ക്വസ്റ്റ്യൻ മതി എല്ലാം മാറ്റാൻ. ആൻഡ് ഒരു ലാസ്റ്റ് തിങ്, പുട്ട് ഇൻ കമൻറ്റ്സ്, ഈ 3 പാറ്റേൺസിൽ നിങ്ങൾ ഏതെങ്കിലും നിങ്ങളിൽ സ്വയം കണ്ടിട്ടുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്നവരിൽ ആരെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഈ ആങ്ഷ്യസ്, അവോയ്ഡൻറ്റ് അല്ലെങ്കിൽ റീ എനാക്ട്മെൻറ്റ്. ഇഫ് യു ഫീൽ കണക്റ്റഡ്, പ്ലീസ് ഡു സബ്സ്ക്രൈബ് ടു ദിസ് ചാനൽ. Until next time, take care of that child inside you. They deserve it. Okay? Bye-bye.